I'm impressed with the way that Sharewell was handling this stock market trading for the layman as well as beginners and to the professionals. See, they brought a professor from Bombay, and he was very explaining how candlestick can be applied in day-to-day business as well as an investor. Well and good, very good, high standard. സെഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആണ്. ആക്ച്വലി ഫസ്റ്റ് ടൈം ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് പോലും ബേസിക് ആയിട്ട് എന്താണ് പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ട്രേഡിംഗ് എന്താണ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്താണ്, ബേസിക് ആയിട്ടുള്ള എല്ലാം പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ട്രേഡ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസിൻ്റെ ബേസിക് എല്ലാം നല്ല രീതിയിൽ കവർ ചെയ്യുന്നുണ്ട്. ഇൻഫോർമേറ്റീവ് ആണ് ആക്ച്വലി. ഇതിപ്പോൾ റിഫ്രഷ്മെൻ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടെന്ന്. എനിക്കിവിടെ വന്നിട്ട് നല്ല ഉപകാരം ഉണ്ടായത്. അതായത് എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ മറന്നിരിക്കുകയായിരുന്നു. വീണ്ടും ഒരു റിഫ്രഷ്മെൻറ്റ് മാതിരി എനിക്ക് ഫീൽ ചെയ്തു. നല്ലൊരു കോഴ്സായിരുന്നു. ഞാനിത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യണം. ഹായ്, ഞാൻ രാംകി സാർ പറഞ്ഞിട്ട് ഈ ഒരു ടെക്നിക്കൽ അനാലിസിസിൻ്റെ വർക്ക്ഷോപ്പിന് വന്നതാണ്. ഇപ്പോൾ ഞാൻ 2 വീക്സ് മുമ്പ് ഇതിനെ പറ്റി അറിഞ്ഞുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ക്ലാസ്സിന് വന്നപ്പോഴും ഇറ്റ്സ് വെരി നൈസ്. ഭയങ്കര സിമ്പിൾ ലാംഗ്വേജാണ്, എല്ലാം ഭയങ്കര അണ്ടർസ്റ്റാൻഡബിളാണ്. സോ ഇഫ് യു ആർ സമ്മൺ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു ബേസിക്സ് മനസ്സിലാക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് അനാലിസിസ് അതിനെ പറ്റി ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ദീസ് കൈൻഡ് ഓഫ് വർക്ക്ഷോപ്സ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. Hi, I attended this Sharewell session today. It was amazing to figure out some of the trends that are going in the market and how to validate these trends. So from my perspective, it was a very good session. Firstly, thanks to Ramki sir and for arranging this session and making sure that everybody who is doing the trading through Sharewell is getting the enough of information that they need for doing the trading. So thank you very much, and I would say we should encourage investors to be a part of such sessions. Thank you. നല്ല സെഷനായിരുന്നു. കുറച്ചും കൂടി ഞാൻ ട്രേഡ് ചെയ്യുന്ന ആളാണ്. കുറച്ചും കൂടി ട്രേഡിങ്ങിൻ്റെ ടെക്നിക്കൽ അനാലിസിസ്, ഗ്രാഫും ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ കാര്യങ്ങളും, പിന്നെ ആദ്യം പറഞ്ഞ നല്ലതായിരുന്നു, നല്ല സെഷൻസ് ആയിരുന്നു. അത് നമുക്ക് ടെക്നിക്കലായിട്ട് ട്രേഡിങ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഷെയർ ട്രേഡിങ് കുറച്ച് കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതേപോലുള്ള ടെക്നിക്കൽ അനാലിസിസോ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ലായിരുന്നു. അപ്പോൾ ഈ പുതിയ കാര്യങ്ങൾ മനസ്സിലായപ്പോഴത്തേക്ക് കൂടുതൽ കോൺഫിഡൻസോടുകൂടി നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല സെക്ഷനായിരുന്നു. ഫണ്ടമെൻറ്റ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിച്ചു. ഡബിൾ ടോപ്പും ഹെഡ് ആൻഡ് ഷോൾഡറിനൊക്കെ പറ്റി കൂടുതൽ പഠിക്കാൻ സാധിച്ചു. ട്രേഡിങ്ങിന് നല്ലൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. വളരെ നല്ല സെക്ഷനായിരുന്നു. പക്ഷെ ഒരു ദിവസം കൊണ്ട് ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് മുഴുവൻ കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ പല പോയിന്റുകളും കൂടുതലായിട്ട് എന്താണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ചാർട്ടുകൾ അല്ലെങ്കിൽ അതൊക്കെ കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പിന്നെ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും നമുക്ക്. അതൊരു ഗുണമാണ്. ക്ലാസ് വളരെ യൂസ്ഫുള്ളായിരുന്നു. പക്ഷേ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കണം. ഇത് ഇപ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് മാത്രമല്ലേ അറിയാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണം. ഈ ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചിട്ടുള്ള 1 ഡേ സെമിനാർ വളരെ യൂസ്ഫുള്ളായിരുന്നു. അറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഷെയർ മാർക്കറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും, ഏതൊക്കെ ഷെയർ ഏത് സമയത്ത് വാങ്ങണം വിൽക്കണം, ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ ഈ സെമിനാറിൽ ഡിസ്കസ് ചെയ്തു. എന്തായാലും ഇത് വളരെ യൂസ്ഫുള്ളായിരുന്നു. ഞാൻ ഇന്നിവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഫർദറായിട്ട് ഷെയറുകൾ വാങ്ങാനും എല്ലാം ശ്രമിക്കുന്നുണ്ട്. എൻ്റെ പേര് സജീവ് വർഗീസ്. ഞാൻ കാക്കനാടാണ് താമസിക്കുന്നത്. ഗവൺമെൻറ് സർവീസിൽ നിന്ന് 2020 റിട്ടയർ ചെയ്തു. 2010 മുതൽ ഞാൻ ഷെയർ വാങ്ങി ഷെയർ മാർക്കറ്റിൽ ആക്റ്റീവാണ്. പ്രധാനമായിട്ട് ഞാൻ ഒരു ലോങ് ടേം ഇൻവെസ്റ്ററാണ്. അപ്പോൾ ഇനിയിപ്പോൾ പതുക്കെ ഒരു സ്വിംഗ് ട്രേഡിലേക്ക് മാറാം എന്നുള്ള ഐഡിയയിലാണ് ഞാൻ ഇന്നിപ്പോൾ ഈ സെമിനാറിന് വന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ് എനിക്ക് ഒരു ഹെൽപ്ഫുള്ളായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഹോപ്പ് ഇറ്റ് വിൽ ഹെൽപ്പ് മീ ഇൻ ദ ഫ്യൂച്ചർ. ക്ലാസ് വളരെ നല്ലതായിരുന്നു.
എനിക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. ഈ ക്ലാസ് കണ്ടതിലൂടെ അതിനെ കുറച്ചുകൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ സാധിച്ചു, കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും വളരെയധികം നല്ലൊരു ക്ലാസ് ആയിട്ട് തോന്നി. അറ്റൻഡ് ചെയ്തതിൽ വളരെയധികം സന്തോഷം. സെഷൻ നന്നായിട്ട് തോന്നി. പ്രത്യേകിച്ച് അയാളുടെ ക്ലാസ്സസ് എല്ലാം വളരെ സ്പേസ്ഡ് ഔട്ടാണ്, എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ക്ലാസ് വളരെ നല്ല ക്ലാസ്സാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ നല്ല ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങളെല്ലാം വിശദമാക്കി പുള്ളി തരുന്നുണ്ട്. ഈവൻ നമ്മുടെ ഡൗട്ട്സൊക്കെ ആണെങ്കിലും വളരെ നല്ല രീതിയിൽ പുള്ളി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ടും വളരെ മെച്ചപ്പെട്ടൊരു ക്ലാസ്സാണ്. കാരണം നമുക്ക് വളരെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഈ ഒരു ക്ലാസ് കൊണ്ട് നമുക്കുണ്ടായിട്ടുണ്ട്. മനോരമയും ഷെയർ വെൽത്ത് കമ്പനിയും കൂടി സഹകരണത്തോടെ സംഘടിപ്പിച്ച ഈ ഒരു ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ പ്രയോജനപ്രദമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ ലോങ് ടൈമിലേക്ക് നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും, അതല്ല ഇനിയിപ്പോൾ ഷോർട്ട് ടൈമിലേക്ക് ഒരു സ്വിംഗ് ട്രേഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നവരാണെങ്കിലും, രണ്ട് കാറ്റഗറിയിലുള്ള ആളുകൾക്കും അവനിപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾക്ക് പോലും അതെങ്ങനെ അതിൻ്റെ ഒരു പഠിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്നിക്കൽ അനലിസിസ് അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ് വഴി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുകൂടാതെ ഇതിൻ്റെ ഓരോ കാറ്റഗറി തിരിച്ച് അതിൻ്റെ ഈ പറയുന്ന പോലെ തന്നെ ഓരോന്നിൻ്റെയും കറക്റ്റ് ടെക്നിക്കൽ സൈഡിലൂടെ അത് കൃത്യമായിട്ട് വിശകലനം ചെയ്ത് നമുക്ക് കയ്യിൽ നിന്ന് കാര്യമായിട്ട് നഷ്ടം അല്ലെങ്കിൽ ലോസ് സംഭവിക്കാത്ത രീതിയിൽ ഇതെങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ചോളം നല്ല ഒരു ഐഡിയ ഇന്നത്തെ ഈ മീറ്റിംഗ്, ഇന്നത്തെ ക്ലാസ് വഴി കിട്ടാനായിട്ട് സാധിച്ചു. ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി.